ഹായ് ഹലോ നമസ്കാരം. സോൾ ഓഫ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കിന്നൊരു മാംഗോ സ്മൂത്തി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ നമുക്ക് പിടിക്കാം. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ മാമ്പഴം എന്ന് പറയുന്നത്. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണാണ് നാട്ടിലെമ്പാടും. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതൊന്ന് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലത് കേട്ടോ. ഞാൻ 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച മാമ്പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളയാം നമുക്കൊന്ന്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സാധനം കേട്ടോ ഇത്. ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ മാറും. നമുക്കിതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 450 ml പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കട്ടയാക്കിയ പാലാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ആ മാമ്പഴം നന്നായിട്ടൊന്ന് പാലുമായിട്ട് മിക്സ് ആവണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്മൂത്തി ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം കേട്ടോ. ഇതൊരു മാംഗോ സ്മൂത്തി ആയിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മളൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തു. അതിലേക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രഷ്ഡ് ആൽമണ്ട്സ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.